ഇന്ന് നാം പോകുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനം നടന്ന സ്ഥലത്തേക്കാണ്. സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ ജോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ജോർദാൻ മലകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നിട്ട് നമ്മൾ ആ ജോർദാൻ നദിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്വീകരിക്കുന്ന മാമോദീസ അല്ല ഈശോ സ്വീകരിച്ചത്. നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത് ജന്മപാപത്തിൽ നിന്നുള്ള മോചനം, അതുപോലെ ഈശോയുടെ സഭയിൽ അംഗമാകുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ്. എന്നാൽ ഈശോ ദൈവമാണ്, ഈശോയിൽ പാപമില്ല, പിന്നെ ഈശോ എന്തിനാണ് സ്നാനം സ്വീകരിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈശോ സ്നാനം സ്വീകരിച്ചത്, മാമോദീസ സ്വീകരിച്ചത് ഈശോയുടെ ഈ ഭൂമിയിലെ ദൗത്യം ആരംഭിക്കുന്നതിനുള്ള മുന്നോടിയായിട്ടാണ്. നിയമത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാകാൻ വേണ്ടി കൂടിയാണ് ഈശോ അവിടെ വന്ന് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് പല ഭാഷകളിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അറമായക്കിൽ ഈശോ സംസാരിച്ച ഭാഷ അറമായക്കാണ്. അറമായക്കിൽ, അതുപോലെ ഗ്രീക്കിൽ, ഇംഗ്ലീഷിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ജോർദാൻ നദിയിലേക്ക് പോവുകയാണ്. ജോർദാൻ നദിയുടെ ഒരു വശം ഇസ്രായേലാണ്, അക്കരെ നമ്മൾ കാണുന്നത് ജോർദാനാണ്. അപ്പോൾ നമ്മൾ ഇസ്രായേൽ സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് കാണുന്നത്. എന്നാൽ മറുകരയിൽ നമുക്ക് ജോർദാൻ്റെ ഫ്ലാഗ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സൈഡ് ഇസ്രായേലും മറു സൈഡ് ജോർദാനുമാണ്. അപ്പോൾ അതുവഴി വരുന്നവർക്ക് ആ പള്ളികളിൽ വരാനും അതുവഴി വന്ന് ഈ സ്പോട്ടിൽ ഇറങ്ങാനും സാധിക്കും. നമ്മളിവിടുന്ന് ഇസ്രായേലിൽ നിന്ന് പോകുന്നവർ ഇതുവഴിയാണ് ജോർദാനിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ പള്ളിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജോർദാനിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഈശോ മാമോദീസ സ്വീകരിച്ച ജോർദാൻ നദി. അതിൻ്റെ വീതിയൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും. ഈ സ്പോട്ടിലാണ് ഈശോ സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചത്. സാധാരണ ഇവിടെ വലിയ തിരക്കായിരിക്കും എപ്പോഴും. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തത്. എന്നാലും ഈ ദിവസം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മറ്റു പലയിടത്തും ചെന്നപ്പോൾ അവിടെ ഒന്നും ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നതേ ഇല്ല. അവിടെ ഇപ്പോൾ ഒരു മാമോദീസ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചിലർ ഈ നദിയിൽ വന്ന് മുങ്ങാറുണ്ട്. അതുപോലെ മറ്റു ചിലർ നദിയിലിറങ്ങി പ്രാർത്ഥിച്ച് വെള്ളമെടുത്ത് തലയിലൊഴിക്കാറുണ്ട്, ചിലർ തലയിൽ പുരട്ടാറുണ്ട്. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്പോട്ടാണിത്. ഇവിടെ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, അതുപോലെ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരമുണ്ടായി. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടവരെ എല്ലാം ഓർത്ത് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. എല്ലാം കൊണ്ടും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച സമയം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.